കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും കോടികൾ കൊണ്ട് ആകാശക്കോട്ട കെട്ടിയത് ഇങ്ങനെ ഇരിക്കും. അയ്യടെ എന്തൊക്കെ ബഹളായിരുന്നു. തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയും ഒരു ആനുകൂല്യവും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. എന്താ സംശയം? ഈ കൈ കണ്ടോ, രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. കേവലമായ പരാമർശം പോലും ആ കാര്യത്തെ സംബന്ധിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസ് ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചതാണ്. താൻ ജയിച്ചാൽ തീർച്ചയായും എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. ബഡ്ജറ്റിൽ സ്വാഭാവികമായും പ്രഖ്യാപനം വേണ്ടതാണ്. നിലവിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ മാത്രവുമല്ല, സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ കേവലമായ പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. പാച്ചേട്ട അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ പ്രേരിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത്. അന്തസ് വേണോടാ, അന്തസ്. മോശമായി, വളരെ മോശമായി. ഇല്ലല്ല, ഒന്നും പറയാറായിട്ടില്ല. അതെന്റെ വകുപ്പല്ല. പക്ഷെ അത് ഞാൻ ആദ്യം മുതൽ 2015 മുതൽ ശ്രമിക്കുന്ന കാര്യമാണ്. അത് വരട്ടെ. അമ്മാവ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും അവളെ എനിക്ക് തന്നൂടെ? പട്ടി തരും. ഏയ്, അമ്മാവൻ തരൂന്ന് പറഞ്ഞ് പറ്റിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.